CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയിൽ രണ്ടാം ദിനവും സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനം. പാർട്ടിയുടെ പ്രതിച്ഛായ നശിപ്പിച്ചവർ മുന്നോട്ട് പോയാൽ സംഘടന ദുർബലമാകും. പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇരുവരും സ്ഥാനങ്ങൾ ഒഴിയണമെന്ന് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. ലെവിൻ കെ വിജയനുണ്ട് വിവരങ്ങൾ നൽകാൻ. ലെവിൻ, ഇന്നും സംസ്ഥാന നേതൃത്വത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? അരുണ്യ, 45 അംഗ തൃശൂർ ജില്ലാ കമ്മിറ്റി യോഗം 2 ദിവസങ്ങളിലായി ചേർന്നത്. ആ യോഗത്തിലുടനീളം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ കടുത്ത വിമർശനങ്ങൾ ആവർത്തിക്കുകയാണ്. 2 ദിവസങ്ങളിലായി നടന്ന കമ്മിറ്റികളിലാകെ പിണറായി വിജയനെയും MV ഗോവിന്ദനെയും പേരെടുത്ത് തന്നെ ആണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വിമർശനത്തിൽ വിധേയരാക്കിയത്. പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇരുവരും സ്ഥാനങ്ങളിൽ ഒഴിയണമെന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റിയുടെ പൊതുവികാരമായി ചർച്ചയിൽ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മുന്നോട്ട് വെച്ചത്. പാർട്ടിയുടെ പ്രതിച്ഛായ നശിപ്പിച്ചവർ മുന്നോട്ട് പോയാൽ സംഘടന ദുർബലമാകും. നേതാക്കളെ ഭയന്നുകൊണ്ടാവണം മൂന്നാം വട്ടവും CPM അധികാരത്തിൽ വരുമെന്നും ഏറിയ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ടുകളും മറ്റും പോയത്. ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി ചർച്ചയിൽ പങ്കെടുത്ത 45-ൽ പകുതിയിലേറെ ആളുകളും പിണറായി വിജയനും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സ്ഥാനത്ത് നിന്ന് മാറി പുതിയ നേതൃത്വത്തിന് അവസരമൊരുക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിച്ചത്. പക്ഷേ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായി ചർച്ചയിൽ ജില്ലാ കമ്മിറ്റി യോഗത്തിന്റെ അധ്യക്ഷനായിരുന്ന AC മൊയ്തീൻ, അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പിണറായി വിജയനെയും MV ഗോവിന്ദനെയും പേരെടുത്ത് വിമർശിക്കേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശം രണ്ടാം ദിനത്തിൽ അദ്ദേഹത്തിന് വയ്ക്കേണ്ട സാഹചര്യമുണ്ടായി. അത്രയേറെ വിമർശനങ്ങൾ ജില്ലയിലെ CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. നേരത്തെ തൃശൂർ ജില്ലയിലെ സംഘടനാ പ്രവർത്തനങ്ങളുമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി ഇന്ന് യോഗത്തിൽ അവതരിപ്പിച്ചു. ആ റിപ്പോർട്ടിന്മേൽ തൃശൂരിലും ഇരിങ്ങാലക്കുടയിലും വിവിധ ഏരിയ കമ്മിറ്റികൾ ദുർബലമായതിനെ കുറിച്ചുമുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതേ തുടർന്നുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. തൃശൂരിൽ സംഘടനാ അടിത്തറ നഗരത്തിൽ തന്നെയുള്ള ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ വലിയ നിലയിൽ ദുർബലമാക്കപ്പെട്ടു എന്നുള്ള വിമർശനമുണ്ടായി. DYFIയുടെയും SFIയുടെയും പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിമർശനങ്ങളും ഉണ്ടായി. പക്ഷേ ഏറിയ പങ്കും ചർച്ചയിൽ എല്ലാവരും തന്നെ സംസ്ഥാനത്തിന്റെ നേതൃത്വത്തിനെതിരെയും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുമാണ് വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഏതായാലും ജില്ലാ കമ്മിറ്റി യോഗം പൂർത്തിയായി. ആദ്യ ദിവസം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു. അതിനുശേഷം 2 ദിവസങ്ങളിലായി ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ചേർന്നു. നാളെ മുതൽ ജില്ലയിലെ 17 ഏരിയ കമ്മിറ്റികളിലും വ്യാഴവും വെള്ളി ദിവസങ്ങളിലായി ഏരിയ കമ്മിറ്റി യോഗങ്ങൾ ചേരും. തുടർന്ന് ബ്രാഞ്ച് തലം വരെയുള്ള യോഗങ്ങൾ ചേർന്ന് ഇതേ നിലയിലുള്ള സംഘടനാ വിലയിരുത്തലുകളും ചർച്ചകളും തിരുത്തലുകൾ വരുത്തേണ്ടതിന് ആവശ്യമായിട്ടുള്ള തുടർ നടപടികൾ എന്നുള്ള നിലയിൽ യോഗങ്ങളും ചേരും. ഏതായാലും നിശിതമായ വിമർശനങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് സംസ്ഥാന നേതൃത്വത്തിനെതിരെ തൃശൂർ ജില്ലയിൽ നിന്ന് ഉയർന്നത്. തൃശൂർ ജില്ല ഈ വലിയ UDF അനുകൂല തരംഗത്തിലും പിടിച്ചു നിന്നൊരു ജില്ലയാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അവിടെയും നിശിതമായ വിമർശനം തന്നെ പാർട്ടി നേതൃത്വത്തിനെതിരെ ഉയർന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. അരുണ്യ, തീർച്ചയായും ലെവിൻ കെ വിജയനാണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.